കോഴിക്കോട് സ്വദേശിയായ യുവാവ് ജീവനൊടുക്കിയ കേസിൽ ഷിംജിതയുടെ ജാമ്യാപേക്ഷ തള്ളി. പ്രതി ജയിലിൽ തുടരും. അങ്ങനെ ഷിംജിതയുടെ ജാമ്യാപേക്ഷ തള്ളി. കുറച്ചാളും കൂടെ ഒക്കെ ജയിലിൽ കിടക്കട്ടെ. എന്തായാലും നീയൊക്കെ വെളി ഇറങ്ങുമെന്ന് ഉറപ്പാ. കുറച്ചാളും കൂടെ ഒക്കെ ജയിലിൽ കിടക്ക്. ജയിലിൽ കിടന്ന് അതൊക്കെ ഒന്ന് ആസ്വദിക്കും. നീ എന്തിനാ വെറുതെ വെളി വന്നിട്ട് വീണ്ടും അടുത്തവൻ്റെ മണ്ടയ്ക്ക് കയറാൻ പോകുന്നത്? നീ കുറച്ചാൾ ജയിലിൽ കിടന്ന് അവിടത്തെ ഒന്ന് ആഘോഷിച്ച് ആസ്വദിച്ചിട്ടൊക്കെ പതുക്കെ പുറത്തിറങ്ങിയാൽ മതി. ചെകുത്താൻ കിടന്ന് കുറേ വീഡിയോ ചെയ്യുന്നുണ്ട് ഇവക്ക് വേണ്ടി. ഇവളാരാ ചെകുത്താൻ്റെ കുഞ്ഞമ്മയോ? പോലീസ് ഇത്രയും അന്വേഷിച്ചിട്ടും ഇവക്ക് അനുകൂലമായിട്ട് ഒരു തെളിവ് പോലും വന്നിട്ടില്ല ഇതുവരെ. ഇവക്ക് അനുകൂലമായിട്ട് ഒരു തെളിവ് പോലും ഇല്ല. ഇവക്ക് പ്രതികൂലമായിട്ടുള്ള എല്ലാ തെളിവും ഉണ്ട്. എന്നിട്ട് ഇവൻ കിടന്ന് കുറേ കൊണേന്ന് കൊണച്ചോണ്ടിരിക്കുക അറക്കലിനെ പോലെ. നിങ്ങൾക്കറിയാലോ, ഇപ്പം ഷിംജിതക്കെതിരെ 2 കേസുണ്ട്. ഒന്ന് ദീപകിൻ്റെ കേസും പിന്നൊന്ന് മറ്റേ മുഖം വെളിപ്പെടുത്തിയ പെൺകുട്ടിയുടെ കേസും ഉണ്ട്. പിന്നെ നമ്മുടെ ബൈജു വ്ളോഗ്സിലെ ബൈജു ചേട്ടൻ നമ്മുടെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവളിവനെ ഭീഷണിപ്പെടുത്തിയോ എന്നുള്ള കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. ഭീഷണിപ്പെടുത്തി എന്നെനിക്ക് തോന്നുന്നില്ല. അതിനകത്ത് പറയുന്നുണ്ട് ഒരു 45,000 രൂപ മരിക്കുന്നതിൻ്റെ തലേദിവസം പുള്ളി വിഡ്രോ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ. പക്ഷെ എനിക്കങ്ങനെ തോന്നുന്നില്ല. ഭീഷണിപ്പെടുത്തിയൊന്നും തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നു ഇവള് റീച്ചിന് വേണ്ടി ഇവളുടെ അക്കൗണ്ട് റീച്ചിന് വേണ്ടി തന്നെയാണ് ഇവള് വീഡിയോ എടുത്തത് വിട്ടതും ഒക്കെ. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ഇനി ബാക്കി പോലീസ് തെളിയിക്കട്ടെ. എന്തായാലും അന്വേഷണം നടക്കുന്നുണ്ട്. നീ ഇപ്പോഴേ ഇറങ്ങണ്ട. നീ അവിടെ തന്നെ കിടക്ക്. നിനക്ക് ഇപ്പം ഇറങ്ങിയിട്ട് എന്ത് ചെയ്യാനാ? അവിടെ കിടക്ക്. കുറച്ചാൾ കിടന്ന് ഇപ്പം പിന്നെ ജയിലിൽ ഉണ്ടൊന്നും അല്ലല്ലോ. അതുകൊണ്ട് പിന്നെ സുഖമാ. എത്ര രൂപ സാലറി, ഇത്രയും ഫുഡ്, മട്ടൻ, ചിക്കൻ, എന്താ വേണം? കിടന്ന് സുഖിച്ചിട്ട് പതുക്കെ ഇറങ്ങിയാൽ മതി. സമയമുണ്ട്.